എന്നിട്ട് തന്നെ പഴത്തിൻ്റെ വില കണ്ടപ്പോൾ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ, പഴത്തിന് കിലോയ്ക്ക് $4. നമ്മൾ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഒരു പട്ടിയുടെ സഹായം ഇല്ലാണ്ട് നമുക്ക് സ്കാൻ ചെയ്ത് പ്രൊഡക്ട്സ് ബില്ല് ചെയ്യാവുന്നതാണ്. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മെയ്ഡ് ഇൻ കൊച്ചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗ്രോസറി ഷോപ്പിംഗ് ഇൻ സിഡ്നിയാണ്. രാവിലെ തന്നെ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാനായിട്ട് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയ സമയത്താണ് ആ നഗ്ന സത്യം മനസ്സിലായത്. ഫ്രിഡ്ജിനകത്തൊന്നും ബാക്കിയില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ഒരു ചെറിയ ഗ്രോസറി ഷോപ്പിങ്ങിനായിട്ട് വന്നേക്കാണ്. ഇന്ന് തിങ്കളാഴ്ച ദിവസം രാവിലെ 9 മണിയാണ്. ഇവിടെ ലേബർ ഡേ ആണ്. ലേബർ ഡേ എന്ന് പറയുന്നത് ഇവിടെ ഒരു പബ്ലിക് ഹോളിഡേ ആണ്. എല്ലാ ഒക്ടോബർ മാസവും ആദ്യത്തെ തിങ്കളാഴ്ചയാണ് ഈ പബ്ലിക് ഹോളിഡേ ACT, സൗത്ത് ഓസ്ട്രേലിയ, പിന്നെ ന്യൂ സൗത്ത് വെയിൽസ് ആഘോഷിക്കുന്നത്. അപ്പോൾ ലേബർ ഡേ എന്ന് പറയുന്നത് മെയിനായിട്ട് ലേബറേഴ്സ് 8 hour ഷിഫ്റ്റിലേക്ക് മാറിയ സമയത്ത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പബ്ലിക് ഹോളിഡേ ആണ്. അപ്പോൾ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെതറിലാണ് നിൽക്കുന്നത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്രോസറി സ്റ്റോറാണ് ഓൾഡി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ അഫോർഡബിൾ ആയിട്ടുള്ള ഗ്രോസറീസ് കിട്ടുന്ന ഷോപ്പാണിത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഗ്രോസറീസും മേടിച്ച് ഷോപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഓൾഡിയുടെ എൻട്രൻസ്. ഈ ലോഗോ കാണുന്ന പോലെ തന്നെ ഇതൊരു കാർ പാർക്കാണ്. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഏതൊരു ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ ചെന്നാലും ആദ്യം തന്നെ നമുക്ക് ട്രോളീസ് കാണാൻ പറ്റും. അപ്പോൾ ട്രോളി നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോയിൻ വെച്ചിട്ട് നമുക്ക് ആ ഷോപ്പിംഗ് ട്രോളി എടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് വളരെ കുറച്ച് ഐറ്റംസേ ഇന്ന് ഷോപ്പ് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് ഞാൻ ട്രോളിന് പകരം ഞാൻ ചെറിയ കാർട്ടാണ് എടുക്കുന്നത്, ഈ വീഡിയോയിൽ കാണുന്ന പോലെ. അപ്പോൾ അത് റൈറ്റ് സൈഡിൽ അവൈലബിൾ ആയിരിക്കും. അതെടുത്തതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസിൻ്റെ ഐൽസാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മിക്ക ഫ്രൂട്ട്സും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് ഇവിടെ ഉള്ളത് നാരങ്ങ, അവക്കാഡോ, ക്യാപ്സിക്കം, പൊട്ടറ്റോ, അങ്ങനത്തെ ഐറ്റംസാണ്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് പോൾട്രിയാണ്. അപ്പോൾ മെയിനായിട്ട് ചിക്കൻ, ബീഫ്, പോർക്ക്, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് സ്നാക്ക് ഐറ്റംസും ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഭയങ്കര അധികം ഇഷ്ടമായിരുന്നു. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ബിസ്ക്കറ്റ് ഞാൻ എൻ്റെ കാർട്ടിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ അടുത്ത ഐറ്റം പർച്ചേസ് ചെയ്യാനായിട്ട് പോയി. ഞാൻ മെയിനായിട്ട് നോക്കുന്നത് കൊക്കോ പൗഡറിന് വേണ്ടിയിട്ടാണ്. ഇതാണ് ഓൾഡിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയാനായിട്ടുള്ളത്. നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം ഒരിക്കലും നമുക്ക് സൂപ്പർ മാർക്കറ്റിനകത്ത് കിട്ടത്തില്ല. ഇത് ഭയങ്കര ചെറിയൊരു സ്റ്റോറാണ്. ഇവരുടെ ബിസിനസ് മോഡൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമായിരിക്കും ഇവരുടെ എല്ലാ സ്റ്റോറിലും അവൈലബിൾ ആയിട്ടുണ്ടാവുക. നമ്മൾ ഡെയിലി മേടിക്കാൻ സാധ്യതയുള്ള ഐറ്റംസ് മാത്രമേ നിങ്ങൾ ഓൾഡി സ്റ്റോഴ്സിൽ കാണത്തുള്ളൂ. അതേസമയം ബാക്കിയുള്ള സൂപ്പർ മാർക്കറ്റ് ചെയിൻസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഇഷ്ടം പോലെ ഐറ്റംസ് കിടപ്പുണ്ടാവും. ഞാനിപ്പോഴും ഈ സെക്ഷനിലെല്ലാം സൂക്ഷിച്ച് നോക്കുമ്പോൾ കൊക്കോ പൗഡർ എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതേസമയം ഇവിടെ ചോക്ലേറ്റ് ബ്രൗണിയുടെ മിക്സും ക്യാരറ്റ് കേക്കിൻ്റെ മിക്സ്, കേക്ക് മിക്സ്, അങ്ങനത്തെ പ്രീ മിക്സ് സാധനങ്ങളാണുള്ളത്. അങ്ങനത്തെ ഐറ്റംസ് എനിക്ക് പൊതുവെ ഇഷ്ടമില്ല. റോ ആയിട്ടുള്ള കൊക്കോ പൗഡറാണ് ഞാൻ നോക്കുന്നത്. എനിക്ക് യോഗേർട്ടിൻ്റെ ഒപ്പം മിക്സ് ചെയ്തിട്ട് ക്വിക്കായിട്ട് സ്നാക്ക് പോലെ കഴിക്കാൻ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടമാണ്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി കൊക്കോ പൗഡർ ഇവിടെ അവൈലബിൾ അല്ല. അടുത്തതെന്ന് പറയാനായിട്ട് ഞാനൊരു ബേക്കിംഗ് പൗഡറിൻ്റെ ഒരു ചെറിയ ടിൻ എടുത്തു. ഈ കാണുന്ന പോലെ തന്നെ ഏകദേശം $2 ഇതിന് വരുന്നത്. അപ്പോൾ ഞാനതെൻ്റെ കാർട്ടിലേക്ക് ആഡ് ചെയ്തു. $2 എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഏകദേശം 110 രൂപേനടുത്ത് വരും. പിന്നെ നേരത്തെ ഞാൻ മേടിച്ചിരുന്ന ബിസ്ക്കറ്റും $2.50 ആയിരുന്നു. അത് ഏകദേശം ഒരു 120-130 രൂപേനടുത്ത് വരും. പിന്നീട് ഞാൻ ഫുൾ സ്റ്റോറിൽ ഇങ്ങനെ സെർച്ച് ചെയ്യായിരുന്നു, എനിക്ക് എന്തെങ്കിലും ആവശ്യമുള്ള ഐറ്റംസ് ഇനി മേടിക്കാൻ കിടപ്പുണ്ടോ. അപ്പം നമുക്ക് പൊതുവേ ഇങ്ങനെ സാധനങ്ങൾ നോക്കി അതിൻ്റെ വിലയും നോക്കി നടക്കുന്നത് ഭയങ്കര അധികം ഇഷ്ടമുള്ള കാര്യമാണല്ലോ. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഐറ്റംസ് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ സീരിയൽസ് ഉണ്ട്, പിന്നെ പാസ്ത ഉണ്ടാക്കാനായിട്ടുള്ള ഐറ്റംസ് ഉണ്ട് ഇവിടെ. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കെച്ചപ്പ്, പിന്നെ ബോട്ടിൽഡ് ആയിട്ട് അല്ലെങ്കിൽ ക്യാൻഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, പിന്നെ ടൂണ, ഒലിവ് ഓയിൽ, മൈദ, പഞ്ചസാര, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് അടുത്ത അയിലിൽ വരുന്നത്. അടുത്തത് നമ്മൾ ഒരു ഷോയ്ക്ക് ചുമ്മാ ഫ്രോസൺ അയിലിൽ നോക്കി നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോയെന്ന്. പക്ഷേ
എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഒന്നും അവിടെ കിടപ്പില്ലായിരുന്നു. അപ്പോൾ ക്യാമറ എടുത്തുകൊണ്ട് അടുത്ത അയലിലേക്ക് നമ്മൾ പോയി. അടുത്തതെന്ന് പറയാനായിട്ട് നമുക്ക് കുറച്ച് പഴമായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ പഴത്തിൻ്റെ സെക്ഷനിലേക്ക് പോയി. എന്നിട്ട് തന്നെ പഴത്തിൻ്റെ വില കണ്ടപ്പോൾ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ, പഴത്തിന് കിലോയ്ക്ക് $4. എന്തേലും ആട്ടെ എന്ന് വിചാരിച്ച് കൊട്ടയിലേക്ക് അങ്ങ് എടുത്തിട്ടു. എന്തായാലും പട്ടിണി കിടക്കുന്നതിനെക്കാട്ടിലും ഭേദമാണല്ലോ. അപ്പോൾ കിലോയ്ക്ക് $4 എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ നാട്ടിലെ 200 രൂപ വരും. ഇത് കേട്ട് നിങ്ങൾ പേടിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇവിടുത്തെ ഏകദേശം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് തന്നെയാണിത്. സത്യം പറഞ്ഞാൽ കോവിഡിന് ശേഷമാണ് ഇത്രയും റേറ്റ് വന്നു തുടങ്ങിയത്. കോവിഡിന് മുന്നേ ഗ്രോസറീസിന് ഇത്രയും റേറ്റ് ഓസ്ട്രേലിയയിൽ ഇല്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് പഴത്തിൻ്റെ വില കൂടുകയും കുറയുകയും ചെയ്യാം. അത് മാർക്കറ്റിൽ ഡിമാൻഡ് അനുസരിച്ചാണ്. പിന്നെ ഫാർമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനും കൂടെയാണ് ഇവർ മെയിനായിട്ട് ഗ്രോസറി ഷോപ്സ് പൊതുവെ പറയുന്നത്. അതിനുശേഷം നമ്മൾ പിന്നെയും ഗ്രോസറി സ്റ്റോറിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ക്ലീനിങ് പ്രൊഡക്ട്സ് ആണ് കൂടുതലുള്ളത്. വൈപ്സ്, ടിഷ്യൂ പേപ്പർ, ബേബി കെയർ പ്രൊഡക്ട്സ്, അങ്ങനെ വേണ്ട എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. ഈ നടുക്കത്തെ സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ബെസ്റ്റ് ബൈസ് അഥവാ സ്പെഷ്യൽ ബൈസ് എന്ന് പറയുന്ന സെക്ഷനിൽ പൊതുവേ ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കിടപ്പുണ്ടാവുക. ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടും എനിക്ക് കാശ് കളയാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ടും ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് മേടിച്ചില്ല. അടുത്തതെന്ന് പറയാനായിട്ട് നമ്മുടെ ഷോപ്പിംഗ് ലിസ്റ്റിൽ കുറച്ച് കോഴിമുട്ടയാണ്. അപ്പോൾ ഒരു ഡസൻ കോഴിമുട്ടയ്ക്ക് ഇവിടെ വരുന്നത് ഏകദേശം $5 ആണ്, ഈ കാണുന്ന പോലെ തന്നെ. അപ്പോൾ $5 എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു 250 രൂപ വരും. അതും നമ്മുടെ കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ ഫൈനലായിട്ട് നമ്മൾ ചെക്കൗട്ടിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ചെക്കൗട്ടിൻ്റെ സെക്ഷനിലെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ സ്റ്റാഫ് വെച്ചിട്ട് നമുക്ക് ബില്ല് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സെൽഫ് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ചെക്കൗട്ടും ഉണ്ട്. എനിക്ക് ഈ ഇതുപോലത്തെ സെൽഫ് ഓട്ടോമേറ്റഡ് ചെക്കൗട്ട് സ്ക്രീൻസ് ആണ് ഭയങ്കരധികം ഇഷ്ടം. നമ്മൾ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഒരു പട്ടിയുടെ സഹായം ഇല്ലാണ്ട് നമുക്ക് സ്കാൻ ചെയ്ത് പ്രോഡക്ട്സ് നമുക്ക് ബില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ എല്ലാ പ്രോഡക്റ്റും നമ്മൾ ബാർകോഡ് വെച്ച് സ്കാൻ ചെയ്യുക. വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മേടിക്കുന്ന സമയത്ത് സ്ക്രീനിൽ നമ്മൾ ഇതുപോലെ ഐറ്റം കണ്ടുപിടിച്ച് അത് വെയിങ് മെഷീൻ ഉണ്ട് പുറത്ത്. ആ സ്കെയിലിൽ നമ്മൾ പ്രൊഡക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഐറ്റത്തിന്റെ വില കാണിക്കും. പിന്നെ ഇതിനകത്ത് കാണാൻ പറ്റും എത്ര എമൗണ്ട് ആണ് വന്നേക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ക്യാഷ് പേയ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ കാർഡ് വെച്ചിട്ട് നമുക്ക് പേ ചെയ്യാവുന്നതാണ്. എൻ്റെ ടോട്ടൽ ബില്ലെന്ന് പറയുന്നത് $12.24 ആയിരുന്നു. അത് ഞാൻ കാർഡ് പേയ്മെന്റ് വെച്ച് ചെയ്ത് എടുത്തു, ഈ ബില്ലിനകത്ത് കാണുന്ന പോലെ. പേയ്മെന്റ് ചെയ്തതിന് ശേഷം ചത്താലും ഞാൻ കാശ് കൊടുത്ത് കവർ മേടിക്കില്ല എന്നുള്ള ദൃഢമായിട്ടുള്ള നിശ്ചയത്തോടെ പാർക്കിംഗ് ലോട്ടും കവർ ചെയ്ത് എൻ്റെ വണ്ടിയിലേക്ക് എത്തി. സാധനങ്ങൾ വെച്ചു, ഈ കാണുന്ന പോലെ തന്നെ. ലാസ്റ്റ് ഞാൻ ബില്ലും ആ സാധനങ്ങളുടെ അടിയിൽ വെച്ചു. അങ്ങനെ ഈ ഗ്രോസറി ഷോപ്പിംഗ് തീർന്നിരിക്കുകയാണ്. ഏകദേശം $13 ആണ് എനിക്ക് മൊത്തത്തിൽ ചിലവായത്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു 600 രൂപ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ അധികം സാധനങ്ങൾ മേടിക്കണമെന്ന് വിചാരിച്ചെങ്കിൽ പോലും മേടിക്കാൻ നിന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കയ്യിൽ ഗോപ്രോയും പിടിച്ചോണ്ട് മറ്റേ കയ്യിൽ ട്രോളിയും വെച്ച് ഭയങ്കര ടാസ്ക്കാണ്. അതുകൊണ്ട് ഞാൻ അധികം സാധനങ്ങൾ മേടിച്ചില്ല. ആകെപ്പാടെ ആവശ്യമുള്ള 1-2 ഐറ്റംസ് മാത്രമേ എടുത്തുള്ളൂ. അധികം പ്രൈസ് ഒന്നും ആയില്ല. ഓൾഡിയിൽ പൊതുവെ ബാക്കിയുള്ള സൂപ്പർ മാർക്കറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ പൊതുവേ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഉണ്ടാകുന്നത്. പിന്നെ ഞാൻ മേടിക്കണമെന്ന് ഉദ്ദേശിച്ച സാധനം അല്ല ഞാൻ ഇന്ന് വന്ന് മേടിച്ചത്. അത് മാത്രമാണ് ഓൾഡിയുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയാൻ. ഞാൻ കൊക്കോ പൗഡർ മേടിക്കണമെന്ന് വിചാരിച്ചത് ഇന്ന് എനിക്ക് ഒരു ചോക്ലേറ്റ് പുഡിങ് ഉണ്ടാക്കാനായിട്ട്. പക്ഷേ കൊക്കോ പൗഡർ ഞാൻ എത്ര തപ്പിയിട്ട് ഈ സ്റ്റോറിനകത്ത് കിടപ്പില്ല. അപ്പോൾ അതാണ് ഓൾഡിയുടെ ഏറ്റവും വലിയ ചലഞ്ച്. ഉള്ള സാധനം വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക, അതാണ് മെയിൻ സംഭവം. കാരണം മിക്ക ആൾക്കാരും ബൾക്കിന് എവിടെ നിന്നും മേടിച്ചുകൊണ്ട് പോകുന്ന കോസ്കോ ഒക്കെ പോലെ. കോസ്കോയുടെ അത്രയും വലിപ്പം അല്ലെങ്കിൽ പോലും എല്ലാവരും ഇവിടെ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ $200 $300 കൊടുത്ത് ഒറ്റയടിക്ക് ബൾക്കായിട്ട് മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇവിടെ മിക്കപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകത്തില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, ഇപ്പോൾ ചിക്കൻ, പച്ചക്കറി, ബ്രെഡ്, പാല്, അങ്ങനത്തെ ഐറ്റംസ് എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവും. പക്ഷേ
ഇങ്ങനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് വേണ്ട സാധനങ്ങൾ, ഇപ്പോൾ കൊക്കോ പൗഡർ അല്ലെ പീനട്ട് ബട്ടർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടാറില്ല. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. എല്ലാ ദിവസത്തെയും പോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് തംസപ്പ് കൊടുക്കുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇനി ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് കണ്ടുമുട്ടട്ടെ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഗുഡ് ബൈ.